അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ്. സെൻട്രൽ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എറണാകുളം മാർക്കറ്റിൻ്റെ നടുവിലുള്ള പള്ളിയിലാണ്. ഒരുപാട് കച്ചവടക്കാരാണ്, കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കച്ചവടക്കാരാണ്. ഞാനിത് പറയുന്നത് ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ വീഡിയോകൾ കാണാറുണ്ട്, അല്ലെങ്കിൽ കച്ചവടക്കാരായ സഹോദരന്മാരുടെ ഭാര്യമാർ, മക്കളൊക്കെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കച്ചവടത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്, ലാഭമില്ല, നഷ്ടമാണ്, കഷ്ടമാണ്, ഒരുപാട് പ്രതിസന്ധിയാണ്, ഒരുപാട് തകർച്ചയാണ്, നിരവധി പേര് വീഡിയോകൾക്ക് താഴെ കമൻറ്റായി എഴുതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അതല്ലാത്തവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിലൂടെ പറയുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ അടുക്കൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു സഹോദരൻ വന്ന് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഒരു പ്രശ്നമാണ് പറഞ്ഞത്, ആ പ്രശ്നത്തിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. അതും എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. നിരവധി പേര് പറയുന്നൊരു പരാതിയാണ്, ഉസ്താദേ ഞങ്ങളൊരു കച്ചവട സ്ഥാപനം തുടങ്ങിയിട്ട് അതിലേക്ക് ഒരൊറ്റ മനുഷ്യൻ വരുന്നില്ല, ആരും വരുന്നില്ല എന്ന് പറഞ്ഞാൽ കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല, വലിയ സങ്കടത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്, ജീവിതം മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നമാണ്, എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, ആരൊക്കെ എന്തൊക്കെയോ ഞങ്ങൾക്ക് സിഹർ ചെയ്തു എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. എത്ര വലിയ കൊടും സിഹറാണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം, നമ്മുടെ വാഹനം, എല്ലാത്തിലും എല്ലാവിധത്തിലുള്ള കണ്ണേറ്, നാവേറ്, എല്ലാത്തിലും നിന്നും സുരക്ഷത കിട്ടാൻ ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യം പറഞ്ഞു തരാം. രണ്ട് കാര്യം ചെയ്താൽ മതി, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറും. പക്ഷേ എത്ര ദിവസം ചെയ്യണമെന്നറിയോ? വീഡിയോ കണ്ടു നോക്ക്. പലരും പറയുന്നൊരു പരാതി, ഉസ്താദ് എൻ്റെ മകൻ സ്കൂൾ തുറന്ന സമയത്ത് നല്ല പഠിത്തമായിരുന്നു. നല്ല പഠിത്തം എന്ന് പറഞ്ഞാൽ അവനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാൽ, മിസ് എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് നല്ല ഉത്തരം പറയുമായിരുന്നു. ഇപ്പോൾ തീരെ പഠിക്കാൻ മടിയാണ്, എപ്പോഴും അലസതയാണ്, ഉറക്കം വരലാണ്, അവനിക്ക് എന്തോ ഒരു കണ്ണേറുണ്ട്, അവനിക്ക് എന്തോ ഒരു കൊതി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഉമ്മമാർ സങ്കടം പറയാറുണ്ട്. അങ്ങനെ സങ്കടം പറയുന്ന ഉമ്മമാരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. ഇതൊന്ന് ചെയ്തു നോക്കിക്കേ, നിങ്ങളുടെ മക്കള് മിടുക്കരാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണണേ, ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്താൽ വലിയ ഖൈറാണ്. നമ്മളൊക്കെ എന്നായാലും മരിക്കണ്ടേ അല്ലേ? ജല്ല ജലാലാമല്ലാ, ജയം നിന്നിൽ മാത്രമല്ലാ, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. മരിക്കും. ഈ പറയുന്ന ഞാനും കേൾക്കുക, നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ഖൈറായ മരണമുണ്ടാവാൻ, നല്ല മരണമുണ്ടാവാൻ ഈ ഒരു സൂറത്ത് മതിയാകും. അതും എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഞാൻ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നത് അൽഹംദുലില്ലാ എറണാകുളം ജില്ലയിലെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ്. അതായത് എറണാകുളം മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള പള്ളിയാണ്. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഒരുപാട് കടകളാണ്. വീടുകൾ വളരെ കുറവാണ്, കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും കച്ചവടക്കാരാണ്. മലബാറിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തു നിന്ന് ഒരുപാട് പേര് ജോലിക്കായി വരുന്നുണ്ട്, മൂന്നാർ ഭാഗത്ത്, ഇടുക്കി ഭാഗത്തു നിന്ന് വന്ന, അങ്ങനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ജോലിക്കായി, കച്ചവടത്തിനായി വരുന്ന ഒരു എറണാകുളം മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള പള്ളിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. മുഖ്യമായും ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്, വ്യത്യസ്ത തരങ്ങളിലുള്ള എല്ലാ സാധനവും. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ A to Z സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് എറണാകുളം മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായി വന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ എല്ലാ വ്യാഴാഴ്ച അസ്ർ നമസ്കാരത്തിന് ശേഷവും വിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ തഫ്സീർ പറയുന്ന ഒരു ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും അസറിന് ശേഷം നടക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം സൂറത്തുൽ കാഫിറൂനിൻ്റെ തഫ്സീർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു സഹോദരൻ ഒരു 2 വർഷം മുമ്പ് ആ സഹോദരൻ വന്നിട്ട്, അദ്ദേഹം മലബാർകാരനാണ്. അപ്പോൾ അദ്ദേഹം പള്ളിയിൽ വന്നിട്ട് എന്നെ കണ്ടു പറഞ്ഞു, ഉസ്താദെ ഞാനിവിടെ വന്നിട്ട് ഏകദേശം 4 വർഷത്തോളമായി എറണാകുളത്ത് പല ജോലികളും ചെയ്തു, ഒന്നും പച്ചപിടിക്കുന്നില്ല, വലിയ പ്രയാസത്തിലാണ്. ഞാൻ വീട്ടിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരുന്നത്.
എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ ഭാര്യ മക്കളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്, ഞാനിവിടെ വലിയൊരു കച്ചവടം നടത്തുന്നു എന്നാണ് അവരുടെ ധാരണ, നാട്ടുകാരുടെ ധാരണ. പക്ഷേ എൻ്റെ പ്രശ്നം എനിക്കും എൻ്റെ റബ്ബിനും മാത്രമേ അറിയൂ. വലിയ പ്രശ്നത്തിലാണ്, വലിയ കടമാണ്, ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ച് വയറും കേടാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും അദ്ദേഹം വന്ന് പറയുകയുണ്ടായി. ആ സമയത്താണ് സൂറത്തുൽ കാഫിറൂനിൻ്റെ തഫ്സീർ ക്ലാസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ആ കാര്യം അദ്ദേഹം ഏകദേശം ഒരു 17 ദിവസം അദ്ദേഹം തുടർച്ചയായി അത് ചെയ്യുകയും 17 ദിവസം കഴിഞ്ഞ് ഏകദേശം ഒരു 18-20 ദിവസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, ഉസ്താദേ ഞാനൊരു കട തുടങ്ങി, അൽഹംദുലില്ലാ ആ കട ഞാൻ തുടങ്ങുക മാത്രമല്ല, ഞാൻ മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എനിക്ക് തിരക്കായിട്ട് 2 ആളുകളെ കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് കടയിൽ വരുന്ന ആളുകളെ നിയന്ത്രിക്കാൻ സ്റ്റാഫുകളായി 2 പേരെ കൂടി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് നിന്നും വേഗത്തിൽ എന്തോ ഒരു മാന്ത്രിക ജാലവിദ്യ പോലെ അള്ളാഹുവിൻ്റെ വലിയ അപാരമായ അനുഗ്രഹത്താൽ ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം അദ്ദേഹം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായി, വലിയ ഒരു ഉയർച്ച ഉണ്ടായി. ഇത് എൻ്റെ മഹത്വമോ ഞാൻ പറഞ്ഞതിൻ്റെ മഹത്വമോ ഒന്നും പറയാനല്ല, പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യത്തിൻ്റെ ഹക്കും അതിൻ്റെ ആ ഒരു സത്യവും അത് മാത്രമാണ് അദ്ദേഹത്തെ അത്രമാത്രം വലിയ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചത്. ഇന്ന് അദ്ദേഹം എറണാകുളം മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു മുതലാളിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെയും നമ്മുടെയൊക്കെ കച്ചവടത്തിലും നമ്മുടെ സംരംഭത്തിലും നമ്മുടെ തൊഴിലിലും അല്ലാഹു തആല ബറക്കത്തും സലാമത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എല്ലാത്തിനും നന്ദി ചെയ്യാൻ നമുക്ക് പറ്റൂല. കാരണം ഓരോന്നും നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുക പടച്ചോൻ, ഓരോ അനുഗ്രഹങ്ങളിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന 4 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, 4 പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത്, അവനിക്ക് ഒരു കാര്യത്തെയും ഭയക്കാതെ, അതായത് മഴ വന്നാലും വെയിൽ വന്നാലും ഭയക്കാതെ അവനിക്ക് താമസിക്കാൻ പറ്റുന്നൊരു വീട് ഉണ്ടോ എങ്കിൽ അത് അള്ളാഹു അവനിക്ക് കൊടുക്കുന്നൊരു അനുഗ്രഹമാണ്. അതൊരു വാടക വീടാവട്ടെ, വീട് എന്ന് പറയാൻ അവനിക്ക് താമസിക്കാൻ ഒരു കെട്ടിടമുണ്ടോ എങ്കിൽ അത് അള്ളാഹു കൊടുക്കുന്ന നിഅമത്താണ്. എത്രയോ ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നു, എത്രയോ ആളുകൾ സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി വാങ്ങാൻ, ഒരു വീട് വാങ്ങാൻ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. നമുക്ക് ആ സമയത്ത് വാടകക്കാണെങ്കിലും അള്ളാഹു വീട് തന്നിട്ടുണ്ടല്ലോ, നിഅമത്താണ്, അതൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തേത്, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു അനുഗ്രഹമാണ് നല്ല ഒരു വാഹനം. നമുക്ക് സഞ്ചരിക്കാൻ, നമ്മുടെ കുടുംബത്തിനും നമുക്കുമൊക്കെ ജോലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഒരു വാഹനം, അതൊരു സൈക്കിൾ ആവട്ടെ, അതും ഒരു വാഹനമാണ്, അതൊരു അനുഗ്രഹമാണ്. പിന്നെ മൂന്നാമത്തേത്, നമുക്ക് ഹൈറായിട്ടുള്ള ഒരു ഭാര്യ, നമുക്ക് ആണുങ്ങൾക്ക് ഒരു ഹൈറായിട്ടുള്ളൊരു പെണ്ണുങ്ങൾക്ക് ഹൈറായിട്ടുള്ളൊരു ഭർത്താവ്, അതായത് ഭാര്യ ഭർത്താക്കന്മാർ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ ഒരു ഭാര്യ ഭർത്താവ് അവരുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. നാലാമത്തെ മറ്റൊരു അനുഗ്രഹമാണ്, നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥയെ തൊട്ടുള്ള കാവൽ കിട്ടി നമുക്കെന്ത് സ്വന്തമായി നമ്മൾ അധ്വാനം ഒരുപാടുണ്ടാകും, എന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി, ഒരു തൊഴിൽ, ഒരു കച്ചവടം, അതെന്താണ് അള്ളാഹു നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. എത്രയോ ആളുകൾ എത്രയോ കഷ്ടപ്പെടുകയാണ്, അതായത് ഒരു ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ, ജീവിതത്തിൻ്റെ 2 അറ്റം തമ്മിൽ മുട്ടിക്കാൻ എത്രയോ കഷ്ടപ്പെടുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഒരുപാട് പേര് പ്രശ്നത്തിലാണ്. ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ എത്രയോ ആളുകളാണ് വന്ന് ഇങ്ങനെ പ്രയാസം പറയും, അത് ഒരു ജോലിയില്ല, നിങ്ങളുടെ കെയർ ഓഫ്, എൻ്റെ കെയർ ഓഫിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ പള്ളിയിലെ ഉസ്താദായ ഞാൻ എന്ത് ജോലി തരാനാണ്? പിന്നെ ഒരുപാട് സമാധാന വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ വിടുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ജോലിയില്ലാതെ വിഷമിക്കുന്നു. എത്രയോ പ്രവാസികളായ ആളുകൾ, അവരൊക്കെ ഫ്രീ വിസയ്ക്ക് അവിടെ പോയി ഇങ്ങനെ ജോലി അന്വേഷിക്കുകയാണ്. എങ്ങനെ അന്വേഷിച്ച് ഒന്നും കിട്ടുന്നില്ല, തിരിച്ചു വരുന്നു, വീണ്ടും വിസ എടുക്കുന്നു, വീണ്ടും പോകുന്നു, അങ്ങനെ തിരിച്ചും വന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന 4 അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഒരു ജോലി, നല്ല ഒരു കച്ചവടം, നല്ലൊരു വരുമാനം. അള്ളാഹു തആല നമുക്ക് തന്നിട്ടുള്ള വരുമാനത്തിലും കച്ചവടത്തിലും നമ്മുടെ ഇടപാടിലും അള്ളാഹു വലിയ സലാമത്തും ബറക്കത്തും നൽകട്ടെ. നമുക്കിത് ഈ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരികയും അത് അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഒരുപാട് പേര് പ്രശ്നത്തിലാണ്. എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, കച്ചവടമില്ല, അതുപോലെ കച്ചവടത്തിൽ ലാഭം കിട്ടുന്നില്ല, ബിസിനസ് മോശമാണ്, ജോലിയില്ല, അങ്ങനെ ഒരുപാട് പേര് പ്രശ്നങ്ങളും. വീട്ടിൽ തന്നെ പോവാൻ തോന്നുന്നില്ല. കാരണം വീട്ടിൽ ചെന്നാൽ മക്കളോട് എന്ത് പറയും, ഭാര്യയോട് എന്ത് പറയും. ഇപ്പോൾ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, വീട്ടിൽ തന്നെ ഇരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ല. അവർ എന്തെങ്കിലും ജോലി ചെയ്യും. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാൻ എന്തെങ്കിലും ഒരു ജോലി, ഒരു ഹൈറായ ഒരു ജോലി, ചെറുതാവട്ടെ, അതെന്താണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലീനിങ്
ആവട്ടെ, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജോലിയാവട്ടെ, ഓട്ടോറിക്ഷ ഓടിക്കലാവട്ടെ, അല്ലെങ്കിൽ കച്ചവടമാവട്ടെ, ബിസിനസ് ആവട്ടെ, എന്താണെങ്കിലും ഒരു സ്വന്തമായ ഒരു ജോലി ഉണ്ടാവുക, ഒരു തൊഴിലുണ്ടാവുക, അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവളാണ്. അല്ലാതെ വെറുതെ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ട് അങ്ങനെ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല. അവരാഗ്രഹിക്കുന്നത് ഒന്ന് പുറത്തു പോയി ഭർത്താവ് ജോലിയൊക്കെ ചെയ്തു വരണം. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുക, അതൊക്കെയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുണ്ടാവുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരുപാട് പേര് പ്രശ്നത്തിലാണെന്ത്, ഞങ്ങൾ വീട്ടിൽ പോലും പോകാൻ തോന്നുന്നില്ല, കാരണം ജോലിയില്ലാത്തത് കൊണ്ട്. ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മോശത്തരമൊന്നുമല്ല. പ്രവാചകന്മാരെല്ലാവരും പലതരത്തിൽ ജോലി ചെയ്തവരാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു? ഒരു കൃഷിക്കാരനായിരുന്നു എന്നാണ്. ഒരുപാട് കൃഷികൾ ചെയ്യുമായിരുന്നു. ആരാ? പ്രവാചകനാ? തീർന്നോ? ഇല്ല. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു? ആശാരിപ്പണി ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടല്ലേ വലിയ വിശാലമായൊരു കപ്പൽ നിർമ്മിച്ചത്. ഒറ്റക്കാണ് നിർമ്മിച്ചത്. ഒറ്റക്ക്, ആരുടെയും സഹായമില്ല. ഒറ്റക്കാണ് ആ മരം മുറിച്ചതും. അതുപോലെ തന്നെ മരം വെച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. മരം നട്ടുപിടിപ്പിച്ചു, ആ മരം വളർന്ന് വലുതാവാൻ കാത്തുനിന്നു, എന്നിട്ടത് മുറിച്ചു. അള്ളാഹു താല പറഞ്ഞു കൊടുത്തതുപോലെ മഹാനവറുകൾ ഒരു കപ്പലുണ്ടാക്കി. അപ്പോൾ ആരായി? ഒരു ആശാരിയായില്ലേ? ചില ആളുകൾക്ക് ആശാരി ജോലി, അതൊക്കെ എന്ത് മോശപ്പെട്ട ജോലി? എന്ത് ഒരു മോശപ്പെട്ടല്ല. നമ്മൾ സ്വന്തമായി അധ്വാനിക്കുന്നു, ഹലാലായ ജോലിയാണോ, അതിലൊരു അന്തസ്സുണ്ട്. ഇനി നമ്മളിങ്ങനെ നോക്കിയാൽ മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാം കച്ചവടക്കാരനായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പ് പണിക്കാരനായിരുന്നു. ഒരുപാട് ആയുധങ്ങൾ മഹാനവറുകൾ ഉണ്ടാക്കിയിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. രാഷ്ട്രീയം അതും ഒരു തൊഴിലാണ്. എന്ത്? അത് നല്ല രൂപത്തിൽ ജനങ്ങളെ സേവിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അത് മതി നമുക്ക് സ്വർഗത്തിൽ പോവാൻ. ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അഴിമതിയും വേണ്ടാത്തരവും പിടിച്ചുപറിയും അതുപോലെ തന്നെ മോശത്തരവും ഒക്കെ ചെയ്യുന്നവരായി മാറിയില്ലേ? അതുകൊണ്ടാണ് അതിലേക്കാരും തിരിയാത്തതും. രാഷ്ട്രീയക്കാരാണെന്ന് പറയുമ്പോൾ ഒരു അവജ്ഞത പലരുടെയും മുഖത്തുണ്ടാവാൻ കാരണം ഇന്ന് കാണുന്ന തരത്തിലുള്ള അഴിമതിയാൻ. പക്ഷെ അതൊന്നുമില്ലാതെ നല്ല സത്യസന്ധമായി ജോലി ചെയ്താൽ അതിലുമുണ്ട് എന്ത് പ്രതിഫലം. പിന്നെയോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു? കൃഷിക്കാരനായിരുന്നു. അവസാനം ഒരു നാടിൻ്റെ ഭരണാധികാരിയായി മാറി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബിയും ആരായിരുന്നു? കന്നുകാലികളെ വളർത്തുന്നവരായിരുന്നു. ക്ഷീര കർഷകരായിരുന്നു പ്രവാചകന്മാർ. ആ രണ്ട് പ്രവാചകൻ ഒരുപാട് ആടുകളെയൊക്കെ മേയ്ക്കുന്ന ജോലി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവ്, നമ്മുടെ നബി വരുന്നതിന് മുമ്പ് മറ്റൊരു നബി വന്നിരുന്നു. ആര്? മഹാനായ ഈസാ നബി. ഈസാ നബി നല്ലൊരു ഡോക്ടറായിരുന്നു, രോഗികളൊക്കെ സുഖപ്പെടുത്തുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കൃഷിക്കാരനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, നല്ലൊരു ഭരണാധികാരിയായിരുന്നു, എല്ലാമായിരുന്നു. അപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ അത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അന്തസ്സാണ്. അപ്പോൾ നല്ലൊരു ജോലി കിട്ടാൻ ഇൻഷാ അല്ലാഹ് പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പം നിലവിലുള്ള നമ്മുടെ ജോലി അതിലൊക്കെ ഖൈറുണ്ടാവാൻ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നത്. പറഞ്ഞു വരുന്നത്, നിരവധി പേർക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരാൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു, അത് അദ്ദേഹം ചെയ്തു. ശേഷം അദ്ദേഹത്തിന് 17 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വലിയൊരു മാറ്റമുണ്ടായി. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത്? വേറെ ഒന്നുമല്ല. നമ്മുടെ കടയിൽ നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ്, അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണെങ്കിൽ അവരുടെ വാഹനത്തിലിരുന്ന്, കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കച്ചവട സ്ഥാപനത്തിലിരുന്ന്, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഓഫീസിലിരുന്നിട്ട് എല്ലാ ദിവസവും അവരുടെ രാവിലത്തെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് അവർ ഓഫീസിൽ അവരുടെ കസേരയിൽ ഇരുന്നിട്ട് എന്ത് പറയണം? ഒരു ഫാത്തിഹ ഓതണം. ഒരു ഫാത്തിഹ. നമുക്കറിയാം ഇതൊക്കെ. എല്ലാം കൂടി ഓതാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ഒരു ഫാത്തിഹ, ഒരു ആയത്തുൽ കുർസി, 3 പ്രാവശ്യം കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, 3 പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്ത്, 3 പ്രാവശ്യം അറിയാവുന്ന സ്വലാത്ത്. ഇതെല്ലാം കൂടെ ഒരുപാട് അരമണിക്കൂറൊന്നും വേണ്ട. ഒരു ഫാത്തിഹ, 1 പ്രാവശ്യം ആയത്തുൽ കുർസി, 3 പ്രാവശ്യം കുല്യാ അയ്യുഹൽ കാഫിറൂൻ, 3 പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 പ്രാവശ്യം അറിയാവുന്ന സ്വലാത്ത്, 1 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ 1 പ്രാവശ്യം ആയത്തുൽ കുർസി, 3 പ്രാവശ്യം കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, 3 പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 1 പ്രാവശ്യം കുൽ അഊദു ബിറബ്ബിൻ നാസ്, പിന്നെ 3 സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത് 3 പ്രാവശ്യം. ഇത്രയും എല്ലാ ദിവസവും ഓതാൻ പറ്റുമോ മുടങ്ങാതെ? എങ്കിൽ ഇൻഷാ അല്ലാഹ് വെച്ചടി കയറ്റമുണ്ടാകും. കച്ചവടത്തിൽ ഖൈറുണ്ടാവാൻ, അതുപോലെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നു അത് തിരിച്ചു കിട്ടാൻ, അതുപോലെ സ്ഥാപനത്തിലേക്ക് ആളൊന്നും വരുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, എന്ത്
കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല എന്ന്. കൈനീട്ട കച്ചവടം എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, അതുപോലും കിട്ടാതെ. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈമാൻ ഉറക്കാൻ സൂറത്തുൽ കാഫിറൂനിന്റെ ശ്രേഷ്ഠതയാണ്. നമ്മുടെ ഈമാൻ ഉറക്കും, ഈമാൻ പാറ പോലെ ഉറക്കാൻ, ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ. അതുപോലെ തന്നെ 4 പ്രാവശ്യം ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ നമുക്ക് എന്താ പ്രതിഫലം എന്നറിയോ? ഒരു ഖത്തുമ് തീർത്ത പ്രതിഫലമാണ്. 4 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ ഒരു ഖത്തും തീർത്ത പ്രതിഫലമാണ്. പിന്നെയോ കച്ചവട സ്ഥാപനത്തിൽ ഇരുന്നിട്ട് സൂറത്തുൽ കാഫിറൂൻ ഓതി നോക്ക്, ആളുകളുടെ മനസ്സിലേക്ക് നമ്മുടെ കച്ചവട സ്ഥാപനം അതൊരു ഖൈറായ രൂപത്തിലേക്ക് വരും. ആളുകളുടെ മനസ്സിൽ ഒരു ഇഷ്ടമുണ്ടാകും നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് വരാൻ. അതുപോലെ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ ഈ ഒരു സൂറത്ത് മതിയാകും. അതുപോലെ ശൈത്താന്റെ ഷർറിനെ തൊട്ട് ദുഃഖം, രോഗം, സങ്കടം മാറാൻ നമുക്ക് നിസ്കാരത്തിലേക്ക് ഓതാൻ പറ്റി എളുപ്പമുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ അല്ലേ? നമ്മൾ നിസ്കാരത്തിൽ സുന്നത്തായ നിസ്കാരങ്ങളിലും ഫർദായ നിസ്കാരങ്ങളിലും നമുക്ക് വേറെ സൂറത്തൊന്നും ഓതേണ്ട കാര്യമില്ല. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും മതി. ഏറ്റവും നല്ലൊരു സൂറത്തുകളാണ് ഇത് രണ്ടും. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ നമുക്ക് നിസ്കാരത്തിൽ ഓതാം. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതിക്കിടന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് ഷിർക്ക് ചെയ്യേണ്ടി വരില്ല, ഷിർക്ക് ഉണ്ടാവൂല, അവൻ്റെ ഈമാൻ ഉറക്കുമെന്നാണ്. യാത്ര പോകുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂൻ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ യാത്രയിൽ ബറക്കത്തുണ്ടാകും, അപകടമുണ്ടാവൂല. മക്കളെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ട സൂറത്താണ്. കാരണം ഇന്ന് ഒരുപാട് മക്കൾ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ, ആദ്യം ചില കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. കാരണം അവർക്കൊരു ആഗ്രഹം, എനിക്കെല്ലാം പഠിക്കണം. അപ്പോൾ ആദ്യം തന്നെ ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുമ്പോൾ നല്ല ഫുൾ മാർക്ക് ഉണ്ടാകും. അങ്ങനെ 1-2 മാസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് കുട്ടികൾക്ക് പഠിക്കാൻ മടി. കാരണം എന്താ? മറ്റുള്ളവരുടെ കണ്ണേറും നാവേറും അവരുടെ കൊതിയൊക്കെ ഏറ്റിട്ട് കുട്ടികൾക്ക് ഒരു മടുപ്പുണ്ടാകുന്ന അവസ്ഥ. അതിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഈ സൂറത്തുൽ കാഫിറൂൻ നമ്മുടെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക, ഉമ്മമാരെ ഓതി നമ്മുടെ മക്കളെ മന്ത്രിക്കുകയും ചെയ്യുക. രോഗം മാറാൻ പറ്റിയൊരു സൂറത്താണ്, മാനസിക അസ്വസ്ഥത മാറാൻ പറ്റിയ സൂറത്താണ്, കച്ചവടത്തിൽ ഖൈറുണ്ടാവാൻ പറ്റിയ സൂറത്താണ്, ഏത് സമയത്തും നമുക്ക് ഓതാൻ പറ്റിയ സൂറത്താണ്. അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആപത്ത്, മുസീബത്ത്, കണ്ണേറിനെ തൊട്ടുള്ള രക്ഷയുണ്ടാകും. ദുസ്വപ്നം കാണാതിരിക്കാനും ഉറക്കം കിട്ടാനും ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതൽ നല്ലതാണ്. ആഗ്രഹ സഫലീകരണത്തിന് ഈ സൂറത്ത് പറ്റുന്നതാണ്. മാത്രമല്ല മരിക്കുന്ന സമയത്ത് ഖൈറായ മരണമുണ്ടാവാൻ, നല്ല മരണമുണ്ടാവാൻ, നമ്മളൊക്കെ എന്നായാലും മരിക്കണ്ടേ അല്ലേ? ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. മഹാനായ തഴവ ഉസ്താദ് മരണത്തെപ്പറ്റി പറയുന്ന ഒരു പാട്ടുണ്ട്. അതായത് ആദം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് എണ്ണി നോക്കിയാൽ ആരാ ഇപ്പോൾ ജീവിച്ചിരിക്കണേ? എല്ലാവരും മരിച്ചു, നമ്മളൊക്കെ മരിക്കുന്നവരാ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും വഫാത്തായില്ലേ? പിന്നെ നമുക്ക് എന്ത് ഗ്യാരണ്ടിയാ? അതുകൊണ്ട് എപ്പോഴാണെങ്കിലും മരിക്കും. ജല്ല ജലാലാമല്ലാ, ജയം നിന്നിൽ മാത്രമല്ലാ, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. അവസാനത്തെ വരി ജനിച്ചാൽ മരണമില്ലേ. മരിക്കും. ഈ പറയുന്ന ഞാനും കേൾക്കുക, നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. എപ്പോഴാണ് മരിക്കുന്നറിയില്ല. കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, അറ്റാക്ക് ഉണ്ടെന്നു ഇത് ഈ പറയപ്പെട്ട ഒന്നും ഇല്ലായെങ്കിലും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന, ജിമ്മിൽ മസിലെടുത്തും മസിലിങ്ങനെ വീർപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു താല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ നല്ല മരണം കിട്ടാൻ, പിന്നെ മരണപ്പെട്ടു പോയവർക്കൊരു ഹദിയ, അതായത് വാപ്പ ഉമ്മയൊക്കെ മരണപ്പെട്ടു, കുറച്ച് സൂറത്തുൽ കാഫിറൂൻ ഓതി, അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് വാപ്പാക്ക് നീ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ്. അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ ഉണ്ടാകും. പ്രത്യേകിച്ച് കച്ചവട സ്ഥാപനത്തിലിരുന്ന് എല്ലാ ദിവസവും 17 ദിവസം മുടങ്ങാതെ ഈ പറയപ്പെട്ട ആ ഓർഡറിൽ ഒരു ഫാത്തിഹ, ഒരു ആയത്തുൽ കുർസി, 3 പ്രാവശ്യം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, 1 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 1 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പിന്നെ അറിയാവുന്ന സ്വലാത്ത് 3 പ്രാവശ്യം. അപ്പോൾ ഇത് മറക്കൂലാലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് കച്ചവട സ്ഥാപനത്തിലിരുന്നു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, നമ്മുടെ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, എന്താണോ നമ്മൾ എവിടെയാണോ നമുക്ക് ഖൈർ ഉണ്ടാവേണ്ടത്, ഉമ്മമാർക്ക് വീട്ടിലും ഇത് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് പറ്റുന്നത് ഈ ഒരു കാര്യങ്ങൾ ഓതാൻ മറന്നു പോവണ്ട. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമുക്കറിയാമല്ലോ എഴുതാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളെല്ലാവരും എഴുതുന്നവരാണ്. നമ്മളെല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒക്കെ എഴുതി വെക്കാറുണ്ട്. എപ്പോഴും അത് എഴുതാം. ഒരു വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിലോ ഒക്കെ നല്ലൊരു ദിവസമാണ്. ആ സമയത്ത് വുദുവോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ടിരുന്നിട്ട് 35 പ്രാവശ്യം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്, അതായത് കൂട്ടിയല്ല എഴുതേണ്ടത്. ആദ്യം ബാ, സീൻ, മീം, അലിഫ്, ലാം, ലാം, ഹാ, അലിഫ്, ലാം, റാ, ഹ, മീം, നൂൻ, അലിഫ്, ലാം, റാ, ഹ, യ, മീം. ഈ അക്ഷരങ്ങളെല്ലാം 19 അക്ഷരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 19 അക്ഷരമാണ്. ആ 19 അക്ഷരവും വേർതിരിച്ച് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ വേർതിരിച്ച് എഴുതിയിട്ട് എത്ര പ്രാവശ്യം? 35 പ്രാവശ്യം. 35-ൽ കൂടാനും വേണ്ട കുറയാനും വേണ്ട. കറക്റ്റ് ആദ്യം 1 2 3 എന്നൊക്കെ ഇങ്ങനെ നമ്പർ എഴുതുക. എന്നിട്ട് ഈ 35 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് നമ്മൾ അതിലേക്ക് 35 പ്രാവശ്യം ഇഷ്ഫി എന്ന് നമ്മളിങ്ങനെ മന്ത്രിക്കുക. അതായത് ആ പേപ്പറിനെ മന്ത്രിക്കുന്നത് പോലെ ഇഷ്ഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഈ എഴുതിയത് നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവെ രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ, എല്ലാ ഹലാലായ മുറാദും ഹാസലാക്കണേ എന്നൊക്കെ ആ ഒറ്റ വാക്കിൽ തന്നെ അതിൻ്റെ എല്ലാ ദുആഇൻ്റെയും ആ ഒരു മന്ത്രം അതിൽ വരുന്നുണ്ട്. ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ ആ പേപ്പറിൽ മന്ത്രിക്കുകയും ചെയ്തിട്ട് 35 പ്രാവശ്യം. എന്നിട്ട് ആ പേപ്പർ കച്ചവട സ്ഥാപനത്തിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ വീട്ടിലോ വെച്ചാൽ ഇൻഷാ അല്ലാ വെച്ചടി കയറ്റമുണ്ടാകും. ഇത് എൻ്റെ ഒരു വലിയൊരു ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല, ആ എഴുതിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ ബർക്കത്ത് കൊണ്ട്. ബിസ്മിക്ക് എത്രയോ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നല്ല നിയ്യത്തോടുകൂടി നമ്മൾ എഴുതിയിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചാൽ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവലുണ്ടാകും. അത് കച്ചവട സ്ഥാപനമാവട്ടെ നമ്മുടെ വീടാവട്ടെ, അവിടെ അള്ളാഹുവിൻ്റെ വലിയ നോട്ടമുണ്ടാകും. കച്ചവടത്തിൽ ലാഭം ബർക്കത്തുണ്ടാകും. പൈശാചികമായ ജിന്ന് ഉപദ്രവം ഏൽക്കില്ല. കസ്റ്റമർ അധികരിക്കും. അതുപോലെ തന്നെ വലിയ ഖൈറുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോവണ്ട. എഴുതി വെക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓതുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, കച്ചവടത്തിൽ ഖൈറുണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കുക, പറ്റുന്നത് പോലെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം കേട്ട കാര്യം ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ കമൻറ്റുകളാണ്, സന്തോഷം പറയുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ വീഡിയോകളൊക്കെ ഒരു ഉമ്മ പറഞ്ഞത്, ഉസ്താദ് ഇത്രയും നാൾ ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, പക്ഷേ ദുആ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് രൂപം ഉസ്താദെ നിങ്ങളുടെ വീഡിയോയിൽ നിന്ന്, നമ്മുടെ ഈ ചാനലിൽ നിന്നുള്ള വീഡിയോയിൽ നിന്നാണ് മനസ്സിലായത് എന്നൊരു ഉമ്മ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാത്തത് പുതിയത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അത് നമുക്ക് പറയാനും ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് അമൽ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നറിയുമ്പോൾ നമുക്കെന്താണ് നമ്മുടെ ചാനൽ കൊണ്ട് അതൊക്കെയാണ് നമുക്ക് ഉപകാരമുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഇരുലോകത്തും ഗുണമുള്ള കാര്യങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.